മഴക്കാലമാകുമ്പോൾ ആലപ്പുഴ കുട്ടനാട് മങ്കൊമ്പിൽ പക്കിടക്കളിയുടെ ആരവം ഉയരും. മങ്കൊമ്പ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പാടശേഖരത്ത് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും മാത്രമേ പകിടകളി നടക്കുകയുള്ളൂ. ഗണിതത്തിനും ഭാഗ്യത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള പകിടകളിയുടെ നാട്ടിൻപുറ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഓൺലൈൻ ഗെയിമുകളുടെയും മൾട്ടിവേഴ്സ് സിനിമകളുടെയും ഒക്കെ ഈ ഡിജിറ്റൽ കാലത്ത് പകിട 12 എന്നുള്ള ഈരടികളൊക്കെ നമുക്കൊട്ടും പരിചിതമായിക്കൊള്ളണമെന്നില്ല, പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക്. നമ്മുടെ ഒരു 90s കിഡ്സിനൊക്കെ ഒരു പരിധിവരെ സിനിമകളുടെ ഭാഗമായിട്ട് ഈ പകിടകളി ഒരു പരിചിതമാണ്. ഓണക്കാലം എത്തുമ്പോൾ മുടങ്ങാതെ പകിട കളിക്കുന്ന ഒരു ഗ്രാമമുണ്ട് ആലപ്പുഴയിൽ. മറ്റെവിടെയുമല്ല, കുട്ടനാട് മങ്കൊമ്പ് ക്ഷേത്രത്തിന്റെ അടുത്ത് ഇപ്പോഴും പകിടകളി സജീവമാണ്. ഇന്നുകൂടിയാണ് ഈ പകിടകളിയുടെ ഒരു സീസണാണിപ്പോൾ. അപ്പൊ ഏതായാലും ഇവിടെ ചേട്ടന്മാരെല്ലാം രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം ഇത്ര വൈകിയതിനു ശേഷവും പകിടകളി തുടരുകയാണ്. വളരെ ആവേശത്തോട് കൂടിയിട്ടുള്ള പകിടകളിയാണ്. നമുക്കറിയാവുന്നതാണ്, മഹാഭാരത യുദ്ധത്തിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിൽ പകിടകളിയുടെ സ്വാധീനം ഉണ്ടായിരുന്നതാണ്. ഏതായാലും പകിടകളി ഒരു സാധാരണക്കാരന്റെ ഒരു വിനോദോപാധി എന്നതോടൊപ്പം തന്നെ അതൊരു സാംസ്കാരിക ഉത്സവം കൂടിയായി മാറുകയാണ്. ഇതെന്താ, വഴക്കാണോ? പകിട കളിച്ച് വഴക്കിട്ടോ? ഒരു വഴക്കുമില്ല, ഇത് ആവേശമാണ്. അന്നേക്ക് വിളിക്കുന്ന അരമണിക്കൂർ ഇതിനെ തൊള്ളാ. ഞങ്ങൾ അപ്പനും അപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ പറയും ഇതിനെ തൊള്ളാ. കളി കഴിയുമ്പോ വഴക്ക് തീർന്നു. കളിക്ക് ആവേശമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇത് പുരാണമായിട്ടുള്ള കളിയാണ്. നമ്മുടെ മഹാഭാരതത്തില് ശകുനി, നമ്മുടെ പഞ്ചാലി പണയം വെച്ച കളിയാ. അതിന്റെ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ മങ്കൊമ്പ് വിശ്വാസം, ഞങ്ങൾ എൻ്റെ ഒരു ആത്മസുഹൃത്ത് ക്ലാസ്മേറ്റും മരിച്ചുപോയ ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഈ കളി നടത്തുന്നത്. ഇതിന് ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. ഇത് ഓരോ വർഷം ഉത്രാടം, തിരുവോണം, അവിട്ടം 3 ദിവസം ഞങ്ങൾ ഈ കടകളി ശിവദാസ് മെമ്മോറിയൽ ആയിട്ട് കളിക്കുന്ന പകിടകളി നടത്തുന്നത്. അതെ. അപ്പൊ ഈ കളി നടത്തുന്ന ഇതിപ്പോ നമുക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പ്രായ ആളുകൾക്ക് മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, ആർക്കും ഇവർക്ക് അറിയാൻ പറ്റില്ല, ഔട്ട് അറിയാൻ പറ്റില്ല. ഇവരും കളിക്കും. 8 ഇത് കളിയുടെ ഒരു രസമാണ്. കണക്കാണ്, കണക്കും പോരുമാണ്. ഇവര് വരുന്ന പോര് നമ്മൾ വെക്കുമ്പോ അടുത്ത പോര് എവിടെ വരും, ഇത് കണക്കൂട്ടിയാണ് വെക്കുന്നത്. ഭയങ്കര ചെസ്സിനെക്കാളും ബ്രെയിൻ വേണം. നമ്മുടെ ചെസ് തന്നെ. ചെസ്സിന്റെ മറ്റൊരു മോഡിഫിക്കേഷൻ. ഇതേ അടുത്ത വീഴാൻ പോകുന്ന കൂടെ നോക്കി വേണം വെക്കാൻ, അല്ലെങ്കിൽ പണി വേണം. ഈ കളി ജയിക്കുന്ന ആൾക്ക് സമ്മാനം വല്ല ഉണ്ടോ? സമ്മാനം ചെറിയ സാമ്പത്തികമായിട്ടുള്ള കാര്യമുണ്ട്. പോലീസ് പിടിക്കും? ഇല്ല, 3 ദിവസം പിടിക്കുന്നില്ല. ഇത് വളരെ കണക്കുശാസ്ത്രമുള്ളതാ. അതായത് കാ വെട്ടുന്നത് എങ്ങനെയാണെന്നും കാ വെക്കുമ്പോൾ മറിച്ചു വെക്കേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം നോക്കണം. 2 ദിവസവും കളിക്കണം. അതായത് ഒന്ന് നമ്മളൊരു പോര് വെച്ച് കഴിയുമ്പോൾ അത് വിട്ടുപോ നോക്കണം. മറിച്ച് അവരുടെ കളി വന്നു വെച്ചാൽ നമുക്ക് ദോഷമുണ്ടോ നോക്കണം. ഇങ്ങനെ വളരെ കാൽക്കുലേറ്റ് ആയിട്ടാണ് ഇത് ചെയ്യാൻ, അല്ല എങ്കിൽ തോന്നും. അതേ രീതിയിലുള്ള കളിയാണിത്. എത്ര വേണ്ടേ? ഏതായാലും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ പകിടകളി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് മാത്രമാണ് ഇത്തരത്തിൽ പകിടകളി ഇവിടെ നടത്തുക എന്നും നിയമവിരുദ്ധമായിട്ടൊന്നും അല്ല, പോലീസ് പിടിക്കില്ല ഏതായാലും 3 ദിവസത്തേക്ക് എന്നെല്ലാം ഈ ചേട്ടന്മാർ പറയുന്നുണ്ട്. വളരെ ആവേശത്തോടു കൂടി ഈ പകിടകളിയുടെ സാക്ഷിയതിന്റെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പകിടകളി കാണുന്നത്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷത്തോടു കൂടി ക്യാമറാമാൻ ദീപക് ചേക്കപ്പിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.